ലിബ്രിയോഫീസ് കാൽക്കിലുള്ള മൂന്നാമത്തെ പ്രാക്ടിക്കൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് രണ്ട് ഭാഗങ്ങളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എ പാർട്ട്, ഫോളോയിങ് ആർ ദ സ്കോർസ് ഒബ്റ്റെയിൻഡ് ബൈ സം സ്റ്റുഡൻസ് ഇൻ എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. ഫൈൻഡ് ദ ഹയസ്റ്റ്, ലോവസ്റ്റ് ആൻഡ് ആവറേജ് സ്കോർസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫങ്ഷൻസ് ഇൻ സ്പ്രെഡ്ഷീറ്റ്. നമുക്കൊരു എക്സാമിൽ നേടിയ കുറേ വിദ്യാർത്ഥികളുടെ മാർക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ മാർക്കുകളിൽ നിന്നും ഹയസ്റ്റ്, ലോവസ്റ്റ്, ആവറേജ് സ്കോർസ് എത്രയൊക്കെയാണ് എന്ന് ലിബ്രിയോഫീസ് കാൽക്കിലുള്ള ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കണം. ബി പാർട്ട്, ഫ്രം ദ ഡാറ്റ ഗിവൺ ബിലോ ഫിൽ ദ അഡ്രസ് ഇൻ F2. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് F2 എന്ന സെല്ലിൽ ഈ ഡാറ്റകളെല്ലാം തന്നെ കോൺകാറ്റിനേറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യണം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ ഈ ഡാറ്റകളെല്ലാം തന്നെ കാൽക്ക് ഫയലിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ലിബ്രിയോഫീസ് കാൽക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുക, ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് കാൽക്ക്. എന്നതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ പ്രൊസീജിയറായിട്ടുള്ള എ പാർട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. A1 മുതൽ H2 വരെ നമുക്ക് തന്നിട്ടുള്ള മാർക്കുകൾ നമ്മൾ എൻട്രി ചെയ്യാണ് അടുത്ത് വേണ്ടത്. A1 മുതൽ H2 വരെയുള്ള സെല്ലുകളിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റകൾ നമ്മൾ എൻട്രി ചെയ്യാം. എന്നതിന് ശേഷം C3 എന്ന സെല്ലിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മൾ C3യിൽ എൻ്റർ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഈക്വൽ സൈൻ ഇട്ടതിന് ശേഷം ഏറ്റവും ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിനുള്ള കാൽക്ക് ഫംഗ്ഷനാണ് മാക്സ് എന്ന് പറയുന്നത്. മാക്സ് എൻ്റർ ചെയ്യാം. എന്നതിന് ശേഷം ഏത് സെല്ലുകളിലാണ് നമ്മൾ മാർക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയുള്ള വാല്യൂസിൻ്റെ മാക്സിമം റേഞ്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ സെല്ലുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് മാർക്കുകളുടെ ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം മാർക്കുകൾ എൻ്റർ ചെയ്തിട്ടുള്ളത് B2 മുതൽ H2 വരെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്നുകിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. B2 മുതൽ H2 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം. എന്നതിന് ശേഷം അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ ചെയ്യാം. അപ്പം B2 മുതൽ H2 വരെയുള്ള സെല്ലുകളിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അത് നമുക്കിവിടെ റിസൾട്ടായിട്ട് ലഭിക്കും. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 515 നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, മാക്സ് B2 H2. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്താണെന്നുള്ളതാണ്. ലോവസ്റ്റ് വാല്യൂ നമുക്ക് തന്നിട്ടുള്ള സെല്ലുകളുടെ ഈ സെല്ലുകളിൽ നിന്നും ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്, അത് നമ്മൾ C4ലാണ് ഈ ഫോർമുല എൻ്റർ ചെയ്യുന്നത്. C4ൽ എൻ്റർ ചെയ്യുന്ന ഫോർമുല മിനിമം എന്ന ഫോർമുലയാണ്. MIN ബ്രാക്കറ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഇടുക. എന്നതിന് ശേഷം B2 മുതൽ H2 വരെയുള്ള സെല്ലുകളിലാണ് നമ്മൾ മാർക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. അത് എൻ്റർ ചെയ്യുക. അതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്കറിയാം 150 ആണ്, അത് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഫോർമുല ഇതാണ്, മിനിമം B2 MIN B2 H2. ഇനി നമുക്ക് മൂന്നാമത് കണ്ടുപിടിക്കാനുള്ളത് ആവറേജ് വാല്യൂ ആണ്. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആവറേജ് തന്നെയാണ്. ഞാനിവിടെ ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ എൻ്റർ ചെയ്യാണ്. ആവറേജ് നമുക്ക് ഏത് സെല്ലുകളിലുള്ള ഏത് റേഞ്ചിലുള്ള വാല്യൂസിൻ്റെ ആവറേജാണോ കണ്ടുപിടിക്കേണ്ടത് ആ റേഞ്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കറിയാം ഇവിടെ നമുക്ക് ഡാറ്റകൾ അല്ലെങ്കിൽ സ്കോറുള്ളത് B2 മുതൽ H2 വരെയാണ്. ഇവിടെ ഞാനിവിടെ വീണ്ടും B2 മുതൽ H2 വരെ എൻ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പം B2 H2 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെല്ലുകളിലുള്ള വാല്യൂസിൻ്റെ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി എൻ്റർ ചെയ്തിട്ടുള്ള ഫോർമുല
ഇതാണ് എൻ്റർ ചെയ്തിട്ടുള്ള ഫോർമുല. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. അതിന് മുന്നേ നമ്മളോട് ഒന്നാമത് പറഞ്ഞത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ, ഈ റേഞ്ചിലുള്ള വാല്യൂസിൻ്റെ ഹയസ്റ്റ് വാല്യൂ എന്താണ്, മിനിമം വാല്യൂ ഏതാണ്, അതേപോലെ ഏവറേജ് എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്കതിൽ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ഒരു അഡ്രസ്സ് വ്യത്യസ്ത സെല്ലുകളിലായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ സെല്ലുകളിലുള്ള അഡ്രസ്സുകളെല്ലാം തന്നെ നമുക്കൊരു ഒറ്റ സെല്ലിലേക്ക് അത് മാറ്റി എഴുതണം, അല്ലെങ്കിൽ ഫില്ല് ചെയ്യണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ A2 മുതൽ E2 വരെയുള്ള സെല്ലുകളിൽ നമുക്ക് കുറേ അഡ്രസ്സിലുള്ള കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒറ്റ സെല്ലിൽ ഒരു അഡ്രസ്സായിട്ട് നമുക്കിതിനെ കമ്പൈൻ ചെയ്യണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇതിലൂടെ നമ്മൾ ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. എന്നതിന് ശേഷം A1 മുതൽ E2 വരെയുള്ള സെല്ലുകളിൽ ഈ ഡാറ്റകളെല്ലാം തന്നെ എൻ്റർ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ F2ലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ സെല്ലുകളിലുള്ള വാല്യൂസ് എല്ലാം തന്നെ ഒന്നിച്ച് വരാൻ വേണ്ടി നമ്മൾ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കോൺകാറ്റിനേറ്റ് ആണ്. CONCATENATE കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിനി ഏതൊക്കെ സെല്ലുകളിലുള്ള വാല്യൂസാണ് കമ്പൈൻ ചെയ്ത് വരേണ്ടത്, ഒറ്റ സെല്ലിലേക്ക് വരേണ്ടത്, ആ സെല്ലുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ജയ എന്ന് പറയുന്ന ഒന്നാമത്തെ A2ലുള്ള ഡാറ്റ നമുക്ക് വരണം. അതിനുവേണ്ടി A2 നമ്മൾ സെലക്ട് ചെയ്യണം. A2 നമ്മൾ സെലക്ട് ചെയ്തു. A2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് കോമ ഇടുക, കോമ ഇട്ടു. ഇനി വീണ്ടും B2 സെലക്ട് ചെയ്യാം. B2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തന്നെ സ്പേസ് ഇല്ലാതെയാണ് വരിക. നമുക്കത് നോക്കാം. ഞാനിവിടെ B2 സെലക്ട് ചെയ്യാണ്. B2 സെലക്ട് ചെയ്തു. അതിന് ശേഷം C2 സെലക്ട് ചെയ്തു. ദെൻ D2 സെലക്ട് ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് E2 സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പം ഇങ്ങനെ നമ്മളിവിടെ ഒരു സെല്ലുകൾക്ക് ഒരു വേർഡിൻ്റെ ശേഷവും സ്പേസ് ഉണ്ടാവില്ല ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ എല്ലാ വാല്യൂവും ഒറ്റ അടിക്ക് നമുക്കിവിടെ വന്നത് കാണാം, ഒരു സ്പേസ് ഇല്ലാതെ വന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ജയ എന്നതിന് ശേഷം കുറച്ച് സ്പേസ് വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എങ്ങനെയാണ് അത് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ വീണ്ടും നേരത്തെ ചെയ്ത ആ ഒരു വാല്യൂസ് എല്ലാം തന്നെ ഞാൻ ഒന്നുകൂടെ മാറ്റി ചെയ്യുകയാണ്. അപ്പോൾ A2 എന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് A2 എന്നതിന് ശേഷം കോമ ഇട്ടതിന് ശേഷം ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെ അടുക്കും സ്പേസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 സ്പേസ് ഇട്ടു. ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്തു. ആ ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു കോമ ഇടണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഏത് സെല്ലിലുള്ള വാല്യൂ ആണോ ഫസ്റ്റ് വേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തു. എന്നതിന് ശേഷം കോമ ഇട്ടു. എന്നതിന് ശേഷം ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ സ്പേസ് ഇട്ടു, വീണ്ടും കോമ ഇട്ടു. ഇനി രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്തു, കോമ ഇട്ടു, വീണ്ടും ഡബിൾ ഇൻവേർട്ടഡ് കോമേൻ്റെ ഉള്ളിൽ ഞാൻ സ്പേസ് ഇട്ടു, ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്തു, വീണ്ടും കോമ ക്ലോസ് ചെയ്തു. ഇനി മൂന്നാമത്തെ സെല്ല് C2ലുള്ള വാല്യൂ ആണ് നമുക്ക് വരേണ്ടത്. അതിനുശേഷം സ്പേസ് വേണം. സ്പേസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ഇൻവേർട്ടഡ് കോമയിൻ്റെ ഉള്ളിലാണ് സ്പേസ് ഇടേണ്ടത്. നമുക്ക് എത്ര സ്പേസ് വേണോ അത്രയും സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൻ്റെ ഉള്ളിൽ ഇടണം. എന്നതിന് ശേഷം ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, കോമ ഇടുക. നെക്സ്റ്റ് C2ലുള്ള വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി D2ലുള്ള വാല്യൂ നമുക്ക് ആഡ് ചെയ്യണം. D2 കൊടുത്തു, കോമ ഇട്ടു. എന്നതിന് ശേഷം ഡബിൾ ഇൻവേർട്ടഡ് കോമൻ്റെ ഉള്ളിൽ സ്പേസ് ഇട്ടു, വീണ്ടും നമ്മൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്തു, ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്തു. അതിനുശേഷം വീണ്ടും കോമ ഇട്ടു. ലാസ്റ്റിൽ നമുക്ക് E2ലുള്ള വാല്യൂ ആണ് വരേണ്ടത്. അപ്പോൾ E2ലുള്ള വാല്യൂ നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അഡ്രസ്സ് വരുന്നത് നമുക്ക് നോക്കാം. ഓരോന്നിന് ശേഷവും നമ്മൾ നൽകിയതുപോലെയുള്ള സ്പേസ് ഓരോന്നിൻ്റെ അടുക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എൻ്റർ ചെയ്തത് ഇങ്ങനെയാണ്.
ഇതിൻ്റെ ഫോർമുല എൻ്റർ ചെയ്ത് ഇങ്ങനെയാണ്. കോൺകാറ്റിനേറ്റ് എന്ന ഫംഗ്ഷനാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കോൺകാറ്റിനേറ്റ് A2ലുള്ള വാല്യൂ കോമ. അപ്പോൾ നമുക്ക് A2 കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് കോമൻ, ഡബിൾ ഇൻവേർട്ടഡ് കോമേൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം രണ്ടാമത്തെ സെല്ലിലുള്ള വാല്യൂ ദീപം വന്നു. അതിനുശേഷം അവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പേസ് കൊടുക്കേണ്ടത് ഡബിൾ ഇൻവേർട്ടഡ് കോമേൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഡബിൾ കോമ ഇട്ടതിന് ശേഷം ഡബിൾ ഇൻവേർട്ടഡ് കോമേൻ്റെ ഉള്ളിൽ സ്പേസ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, കോമ ഇട്ടു. ഓക്കെ, ഇനി C2ലുള്ള വാല്യൂ വന്നു. C2ലുള്ള വാല്യൂവിന് ശേഷം കുറച്ചധികം സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഡബിൾ ഇൻവേർട്ടഡ് കോമേൻ്റെ ഉള്ളിൽ 2 or 3 സ്പേസ് കൂടുതലിട്ടത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ സ്പേസ് ഇങ്ങനെ കൂടി വന്നിട്ടുള്ളത്. അതിനുശേഷം D2ലുള്ള വാല്യൂ കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമ സ്പേസ് കോമ E2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു അഡ്രസ്സ് ഒരു സെല്ലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത സെല്ലുകളിലുള്ള ഡാറ്റകൾ നമുക്ക് ഒരു സെല്ലിലേക്ക് യോജിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ക്വസ്റ്റ്യൻ്റെ PDF പ്രൊസീജിയറിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.